ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. മീഷോന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ബാഗാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ബാഗ് തന്നെയാണ് ഈ പ്രാവശ്യവും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബാഗ് വന്നിട്ട് ഒരുവിധം പലരും കണ്ടിട്ടുണ്ടാവും. മീഷോ യൂസ് ചെയ്യുന്നവരും അതേപോലെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ബാഗും. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ബാഗാണ്. കണ്ടിട്ട് അത്യാവശ്യം വലുപ്പമുണ്ട്, എന്നാൽ ഒരുപാട് വലുപ്പമുള്ള ഒരു ബാഗല്ല, അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു ബാഗാണ് ഇത് വന്നിട്ട് ഉള്ളത്. ഇത് ഒരു ബട്ടണിലാണ് ഇതിൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റ്, ഒരു സിംഗിൾ മെയിൻ കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അതൊരു ബട്ടണിന് പ്രസ് ബട്ടണാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഹാൻഡ് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ. പിന്നെ ഫ്രണ്ടിൽ ഒരു വേറൊരു കളറിൽ നമുക്ക് അതേ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണാം. അതിൽ രണ്ട് ചെറിയ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഫോണോ എന്തെങ്കിലുമൊക്കെ വെക്കാം, പക്ഷേ എത്രത്തോളം സേഫായിരിക്കും നമ്മൾ പുറത്ത് പോകുമ്പോൾ എനിക്കറിയില്ല. പിന്നെ മെയിൻ കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, ഒരു മീഡിയം വലിപ്പം, അല്ലാതെ ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല. പിന്നെ റേറ്റ് വന്നിട്ട് 156 എനിക്ക് കിട്ടിയത്. അത് ഞാൻ കോയിനൊക്കെ കൊടുത്ത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. 190 ഈ ബാഗ് അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു അടിപൊളി ബാഗായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് രണ്ടാമത്തെ ബാഗാണ്. രണ്ടാമത്തേത് ഒരു ക്രോസ് ബാഗാണ് വരുന്നത്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്, നല്ല വിടുത്തിലൊക്കെ വരുന്നുണ്ട്. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ക്രോസ് ബാഗായിട്ട് നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗായിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു കോയിൻ പൗച്ച് കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സിബാണ്, അടിപൊളി സിബാണ്. അതിൽ നമുക്ക് കോയിൻ പൗച്ചിൽ കുറച്ച് ക്യാഷോ അങ്ങനത്തതൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 325 എനിക്ക് കിട്ടിയത്. പിന്നെ ബാഗിൻ്റെ മെയിൻ പോർഷനിൽ 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്, അത്യാവശ്യം നമുക്ക് ഫോണും ക്യാഷും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു ബാഗ് തന്നെയാണ്. ആ മെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ചെറിയ പോർഷനായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ മറ്റൊരു കമ്പാർട്ട്മെൻറ്റ് കൂടി കാണിക്കുന്നുണ്ട്. കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പാർട്ട്മെൻറ്റാണ്. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റൈലിഷാണ്. ഇതിൻ്റെ തന്നെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്കാണ് ഞാൻ ചൂസ് ചെയ്തത്. ബ്ലാക്ക് എപ്പോൾ ഒരു ക്ലാസ്സി ലുക്ക് ആയതുകൊണ്ടാണ് ബ്ലാക്ക് ചൂസ് ചെയ്തത്. വേറെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക്